തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ബ്ലേഡുകാരൻ ഇവിടെ അന്വേഷിച്ചു വരുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കില്ല. അതുകൊണ്ട് ആ പ്രശ്നം കാരണം മോള് വിനയനെ വിട്ടുപോകരുത്. അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ മാമ? എനിക്ക് എന്റെ മക്കള് വളരല്ലേ, അവർക്ക് അച്ഛനും വേണം അമ്മയും വേണം. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എന്റെ മക്കളുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരും. അമ്മ പോയിട്ട് വരാം. അല്ല മോളെ, ഞാൻ ഓട്ടോ വിളിച്ചോണ്ട് വരാം. വേണ്ട മാമ, ബസ് സ്റ്റോപ്പ് ഇവിടെ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞാൻ പോയിക്കോളാം. ആ ശരി. ഏട്ടാ, അവളുടെ പോക്ക് കണ്ടിട്ട് എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയുള്ള പോക്കാണെന്നാ തോന്നുന്നേ. വിനയന്റെ കണക്കുകൂട്ടലെല്ലാം പാളിപ്പോകുമ്പോ ചീരുവിന്റെ കണക്കുകൂട്ടലെങ്കിലും ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ചീരു പോയെന്ന് അറിയുമ്പോ അവൻ നമ്മുടെ നേരെയാവും കുതിര കയറുക. പോകരുതെന്ന് പറഞ്ഞാ ചീരു കേൾക്കുകയില്ല. അല്ലെങ്കിലും നമുക്കവളെ പിടിച്ചു വെക്കാനാകില്ലല്ലോ. ഇവിടെ നടക്കുന്നതെല്ലാം അവള് കണ്ടോണ്ടിരിക്കല്ലേ. ചീരു അവളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി എന്ത് തീരുമാനം എടുത്താലും അത് അംഗീകരിച്ചു കൊടുക്കാനേ നമുക്ക് പറ്റൂ. നമുക്കെന്നല്ല, വിനയനും അതേ പറ്റൂ. ആ, ഞാൻ എന്തായാലും അവനൊന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ നമ്മളും കൂടി ചേർന്നവളെ പറഞ്ഞയച്ചെന്ന് അവൻ കുറ്റപ്പെടുത്തും. ഞാൻ വിളിച്ചിട്ട് വരാം. സോനെ, ദേട്ടാ, രാവിലെ തന്നെ അമ്മ മുറിയിൽ വന്ന് പഴയ കൈലിയും ഷർട്ടൊക്കെ തരുന്നുണ്ടായിരുന്നല്ലോ സോനെ, എന്തിനായിരുന്നു? പുറത്ത് കിടക്കുന്ന ആൾക്ക് കൊടുക്കാനാന്ന് തോന്നുന്നു. എന്നോടും ചോദിച്ചു ശ്യാമേട്ടന്റെ പഴയ മുണ്ടോ കയ്യിലോ ഉണ്ടോന്ന്. അതിന് അദ്ദേഹത്തിന് പുതിയ വല്ല ഷർട്ടും മുണ്ടും വാങ്ങിച്ചു കൊടുത്തോളൂ സത്യ. നമ്മളെ കിട്ടുപഴകിയ ഡ്രസ്സ് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് ശരിയാണോ? നമുക്കായിട്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ശ്യാം. പുള്ളിക്കാരന്റെ കാര്യങ്ങളൊക്കെ അമ്മയുടെ കൺട്രോളിലല്ലേ. അതെ, ഇനി നമ്മൾ ഇടപെട്ട് എന്തെങ്കിലും ചെയ്താലും അമ്മയെ സമ്മതിക്കില്ല. ഇന്നലെ ഏട്ടത്തി എങ്ങനെയോ പുതിയ 2 ജോഡി ഡ്രസ്സ് സംഘടിപ്പിച്ച് കൊടുത്തു എന്ന് തോന്നുന്നു. പിന്നെ ഏട്ടത്തി എങ്ങനെയാ മദർ തെരേസ ആവണ്ടെന്ന് നോക്കി നടക്കുകയാണല്ലോ. നീ കാര്യം പറ സോനെ, ഏട്ടത്തി പുതിയ ഡ്രസ്സ് കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? അമ്മയത് മണത്തറിഞ്ഞെന്ന് തോന്നുന്നു. രാവിലെ അദ്ദേഹം അത് ഇടാനായി എടുത്തു നോക്കുമ്പോ ഡ്രസ്സ് മുഴുവൻ കത്രി വെച്ച് വെട്ടിക്കളഞ്ഞിരിക്കെ. അതിന് പകരമായിട്ടാ അമ്മ പഴയ തുണികൾ എടുത്തു കൊടുത്തത്. പുതിയ ഡ്രസ്സ് നശിപ്പിച്ചത് അമ്മയാണെന്ന് നിനക്കങ്ങനെ അറിയാം? അമ്മ തന്നെ ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി പറയുന്നത് ഞാൻ കേട്ടു. ഓ ഓ തുറന്ന യുദ്ധം തന്നെയാണല്ലോ. എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ളൊരു മത്സരം അത്. തുടക്കം മുതൽ കീഴടങ്ങിയ ശത്രുവിനെ വീണ്ടും വീണ്ടും തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന കുറച്ചു പേർ ഒരു ഭാഗത്ത്, ആ മനുഷ്യന് അല്പമെങ്കിലും ആശ്വാസം നൽകാൻ ശ്രമിച്ചുകൊണ്ട് ഒറ്റയാൾ പട്ടാളമായി മറ്റൊരാൾ. എനിക്ക് ലജ്ജ തോന്നുക. പരാജയം സമ്മതിച്ചയാളെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണല്ലോ ഞാനും എന്നുള്ളതാ കഷ്ടം.
എന്നാ പിന്നെ ശ്യാമേണ്ണ ഒരു കാര്യം ചെയ്യും, ഏട്ടത്തിയുടെ ഒപ്പം അങ്ങ് കൂടിക്കോ. രണ്ട് മരുമക്കളും കൂടി ചേർന്നാലേ ചിലപ്പോ അമ്മയെ തോൽപ്പിക്കാൻ പറ്റിയ